ബഹുമാനായ നമ്മുടെ ഉദ്ഘാടകൻ, നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ വി പി രാധാകൃഷ്ണൻ, നമ്മുടെ മറ്റുകളെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ സംസ്ഥാന ഭാരവാഹികളെ, വിവിധ ജില്ലകളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള നേരത്തെ നമ്മുടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ സ്ലീപ്പർ മുതൽ ഡയറക്ടർമാർ വരെയുള്ള കൂട്ടായ്മ കുടുംബാംഗങ്ങൾ 2023 കേവലം ഒരാളിൽ നിന്നും ഇന്നിവിടെ സൂചിപ്പിച്ചതുപോലെ 6000-ലധികം അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന KSEBിലെ ഏറ്റവും വലിയ സംഘടന, ഏറ്റവും മൂന്നാമത്തെ വലിയ സംഘടന KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ ഇന്ന് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. ബോർഡിലെ ഒരു സംഘടനയ്ക്കും നടപ്പിലാക്കാൻ ഇതുവരെ സാധിക്കാത്ത ഒരു ഗംഭീര മാർച്ചാണ് ഇന്ന് നിങ്ങളുടെ എല്ലാം നേതൃത്വത്തിൽ, നമ്മുടെ എല്ലാം നേതൃത്വത്തിൽ ഈ സർക്കാരിനെയും ബോർഡിനെയും അവരുടെ ചിന്തകൾക്ക് വേണ്ടി നടപ്പിലാക്കുന്നതിന് വേണ്ടി, കൂട്ടായ്മ കുടുംബാംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്നിവിടെ നടമാടിയിരിക്കുന്നത്. ആക്ഷേപിച്ചുകൊണ്ട് കുല്ലായ്മക്കാരാണ്, വാട്സാപ്പുകാരാണ് എന്നുള്ള ആക്ഷേപം നമ്മൾ അംഗീകരിച്ചുകൊണ്ട് നമ്മളിവിടെ വന്ന് ഈ ആക്ഷേപിക്കുന്നവർ ഇവിടെ വന്ന് തലയെണ്ണട്ട് ഇവിടെ യാതൊരു വ്യത്യാസവുമില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ ലൈൻമാനില്ല, ഓവർസി എന്നുള്ള വ്യത്യാസമില്ല, ചീഫ് എഞ്ചിനീയർ എന്നുള്ള വ്യത്യാസമില്ല. എല്ലാവരും ഇവിടെ അണിനിരന്നിരിക്കുന്നു. എന്തിനു വേണ്ടി? നമ്മുടെ ആവശ്യത്തിന് വേണ്ടി. റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പെൻഷൻകാരന്റെ ആവശ്യം നിയമാനുസൃതമായി നമുക്ക് ലഭിക്കേണ്ട നമ്മുടെ ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കണം. അതുവഴി നമ്മളെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഭാവിയെ നിലനിൽപ്പ് അത് ലക്ഷ്യമിട്ടുകൊണ്ട് 2013 ബോർഡിൽ അംഗീകാര സംഘടനകളും അല്ലാത്തവരും എല്ലാ സംഘടനക്കാരും ബോർഡ് മാനേജ്മെന്റും സർക്കാരും കൂടി ഒപ്പുവെച്ച ത്രികക്ഷി കരാറിന്റെ ഭാഗമായി നമ്മുടെ, അതായത് അന്ന് 2013 വരെ സർവീസിലുള്ള ജീവനക്കാരുടെ, അതിന് മുൻപ് റിട്ടയർ ചെയ്ത പെൻഷൻകാരുടെ ഭാവി ബാധ്യതകൾ നിലനിർത്തുന്നതിന് വേണ്ടി, നമ്മുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഞാനും കൂടെ ഒപ്പിട്ട ആ മാസ്റ്റർ ട്രസ്റ്റ് സംവിധാനം, ആ മാസ്റ്റർ ട്രസ്റ്റ് സംവിധാനം നിലനിർത്താൻ വേണ്ടി രൂപീകൃതമായ ഈ സംഘടന, അതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. ആ ലക്ഷ്യം നമ്മൾ നിറവേറ്റുക തന്നെ ചെയ്യും. എല്ലാ മേഖലകളിലും കോടതികാരികളെയും ബഹുമാനപ്പെട്ട മന്ത്രിയെയും മറ്റ് സർക്കാർ മേഖലകളിലും എല്ലാം നമ്മൾ മുട്ടിയിട്ട് നടക്കാത്ത കാര്യം നമ്മൾ കോടതിയെ സമീപിച്ചു. വിചാരണ പോലുമില്ലാതെ നമുക്ക് അനുകൂലമായി വിധി പ്രഖ്യാപിച്ചു. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ നമ്മളുടെയൊക്കെ സമ്മർദ്ദത്തിന്റെ ഫലമായി, കോടതിയെ ലക്ഷ്യത്തിന്റെ കേസിന്റെ ഫലമായി 6/9/24 സർക്കാർ ഇറക്കിയ ഉത്തരവ് എന്തിനു വേണ്ടി? പെൻഷൻകാരുടെ ഭാവി ബാധ്യതകൾ നിലനിർത്തുന്നതിന് വേണ്ടി, മാസ്റ്റർ ട്രസ്റ്റ് സംവിധാനം നിലനിർത്തുന്നതിന് വേണ്ടി. അതിനെ തച്ചുടയ്ക്കാൻ ഇവിടെ ആര് വിചാരിച്ചാലും നടക്കില്ല എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ കാണിച്ചു കൊടുക്കുന്നത്. 6/9/24 ഉത്തരവ് റദ്ദാക്കണമെന്ന് വിളിച്ചു കൂടിക്കൊണ്ട് നടന്നവർ ഇന്ന് ആ വാക്കുകൾ ഇന്ന് നമസ്കരിച്ചിരിക്കുന്നു. അവർക്കറിയാം മാസ്റ്റർ ട്രസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല, പെൻഷൻകാർക്ക് രക്ഷയില്ല, 2013 മുമ്പ് സർവീസിൽ വന്ന ജീവനക്കാർക്ക് രക്ഷയില്ല. നേരത്തെ ഇവിടെ നമ്മുടെ ബഹുമാന്യനായ MP സൂചിപ്പിച്ചു, ഉദ്ഘാടകൻ സൂചിപ്പിച്ചു, കേന്ദ്രത്തിൽ ഒരു പുതിയ ബില്ല് വരുന്നു. ആ ബില്ലിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനെ പ്രൈവറ്റ് മേഖലയിൽ കൊണ്ടുപോയാൽ അത് ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഊരാളങ്ങൾ പോലെയുള്ള പല കമ്പനികളും ഇന്ന് രംഗത്ത് അണിയറ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ കമ്പനികളുടെ കയ്യിലൊക്കെ നമ്മുടെ ബോർഡ് എത്തിച്ചേർന്നാൽ, അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരസഭയിലെ വൈദ്യുതി വിതരണം എത്തിപ്പെട്ടാൽ, കോഴിക്കോട്ടെ വൈദ്യുതി വിതരണം എത്തിപ്പെട്ടാൽ, അവിടെയുള്ള അല്ലെങ്കിൽ ബോർഡിലുള്ള നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന നമ്മുടെ പെൻഷൻകാർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാൻ അവർ വിസമ്മതിച്ചാൽ അത് പറ്റില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന മാസ്റ്റർ ട്രസ്റ്റ് സമ്പ്രദായം അത് നിലനിർത്താൻ വേണ്ടിയാണ് നമ്മുടെ പോരാട്ടം. ആര് ബോർഡ് ഭരിച്ചാലും, ആര് ബോർഡിനെ കൊണ്ടുപോയാലും പെൻഷൻകാരുടെ പെൻഷൻ ലഭിക്കും. അതാണ് നിയമവശമുള്ള
പേരൂർക്കര രജിസ്ട്രാർ ഓഫീസിൽ 10/1/2015 രജിസ്റ്റർ ചെയ്ത മാസ്റ്റർ ട്രസ്റ്റ് സംവിധാനം, ആ മാസ്റ്റർ ട്രസ്റ്റ് സംവിധാനം നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിങ്ങൾ മാത്രമല്ല, നമ്മൾ മാത്രമല്ല, ബോർഡിലെ ജീവനക്കാരും നമ്മുടെ കുടുംബാംഗങ്ങളും എവിടെ ഏതറ്റം വരെ പോകണോ ആ അറ്റം വരെ പോകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്ന DADR 32 മാസമല്ല, പിന്നീട് 33 മാസം, പിന്നീട് 28 മാസം, ഇപ്പൊ 95 മാസം, 8 കൊല്ലത്തെ DADR മാസമനുസരിച്ച് കൂട്ടുമ്പോൾ നമുക്ക് കുടിശ്ശിക കിട്ടാനില്ല. പുതിയ DADR സർക്കാർ അനുവദിച്ചപ്പോൾ ബോർഡിൽ അനുവദിച്ചു. അതിന്റെ കുടിശ്ശിക എവിടെ? പക്ഷേ നിങ്ങൾ പേടിക്കണ്ട, പെൻഷനേഴ്സ് കൂട്ടായ്മയുണ്ട്. അത് നേടിയെടുക്കാൻ നമ്മൾ കോടതിയിൽ ഏതറ്റം വരെ നമ്മൾ പോകും. നമ്മൾക്ക് ലഭിക്കേണ്ട അവകാശമാണ് DADR കുടിശ്ശിക, പെൻഷൻകാരുടെ അവകാശമാണ്. അതുപോലെ തന്നെ അതാണ് നമ്മളുടെ ആവശ്യം. ഒരു DA നമ്മളാണ് നേടിയെടുത്തത്. ആർക്ക്? ജീവനക്കാർക്ക് വേണ്ടി. അവരുടെ എല്ലാ അക്കൗണ്ടുകളിൽ അത് വന്നില്ലേ? PF അക്കൗണ്ടിൽ നമുക്കെല്ലാം 1 ഗഡു കിട്ടിയില്ലേ? 2 ഗഡു കിട്ടിയില്ലേ? 3ാമത്തെ ഗഡു അടുത്ത മാസം 7-ാം തീയതി 8-ാം തീയതി ലഭിക്കില്ലേ? അങ്ങനെ 10 ഗഡുക്കളായിട്ട് കിട്ടില്ലേ? എവിടെയെങ്കിലും കൊടുത്തോ? മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ കൊടുത്തോ? സർക്കാരിൽ കൊടുത്തോ? ഇല്ല. KSEB മാത്രം കിട്ടി. ആരാണ് ഉത്തരവാദി? KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ. അതാണ് കൂട്ടായ്മ. ഇവിടെ നമുക്ക് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, വർഗമില്ല, കാറ്റഗറിയില്ല. എല്ലാവരും ഇവിടെ അണിഞ്ഞു നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ജീവൽ പ്രശ്നം അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി. അതിന്റെ ഭാഗമായി പെൻഷൻ മാസ്റ്റർ ട്രസ്റ്റ് മാത്രമല്ല, നിങ്ങളുടെ ഇൻഷുറൻസ്, ഗ്രൂപ്പ് ഇൻഷുറൻസ്, നമ്മളെല്ലാം 55 കഴിഞ്ഞവർ, 80 വയസ്സ് വരെയുള്ളവർ, നമുക്കൊരു ഇൻഷുറൻസ് സമ്പ്രദായം സർക്കാരിൽ വരുന്നു. മെഡിസപ്പ് അതിവിടെ നടപ്പിലാക്കണമെന്ന് KSEB-യോടും സർക്കാരിനോടും ആദ്യമായി ആവശ്യപ്പെട്ട ഏക സംഘടന KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ. അത് നടപ്പിലാക്കാൻ വേണ്ടി, ഇരിക്കാൻ വേണ്ടി എല്ലാ വേലകളും കാണിച്ചത് NCCO എന്ന എൻകോയി. നടപ്പിലാവത്തില്ല. ഇപ്പോൾ സർക്കാരുമായിട്ടൊരു എഗ്രിമെന്റ് വെച്ചു. ചർച്ച നടത്തി. പെൻഷൻകാർക്ക് ഇൻഷുറൻസ് ഇല്ല, ജീവനക്കാർക്ക് മാത്രം. ഇതെന്താണ്? എന്നിട്ട് അതിനുവേണ്ടി പെൻഷൻകാരുടെ പ്രാചീന സംഘടന, പാരമ്പര്യ സംഘടന അവരെ കൂട്ടുപിടിച്ചിരിക്കുന്നു. ഇപ്പൊ അവരാരും രംഗത്തില്ല. അവരെന്തോ ഒരു 6-7 കാര്യങ്ങൾ നേടിയെന്നാണ് പറയുന്നത്. ഒരു ഒറ്റ കാര്യം സർക്കാരിന്റെ മിനിസിലില്ല, അവളുടെ സ്വന്തം മിനിസിലുണ്ട്. നമ്മളങ്ങനെയല്ല. നമ്മളൊരു കാര്യം ഉദ്ദേശിച്ചാൽ പെൻഷനേഴ്സ് കൂട്ടായ്മ നേടിയെടുത്തിരിക്കും. എല്ലാ കാര്യങ്ങളും നമ്മൾ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഈ കാര്യവും നമ്മൾ നേടിയെടുക്കും. 6/9/24 ഉത്തരവ് ബോർഡിൽ നടപ്പിലാക്കിച്ച് ആരാണോ അതിന്റെ പലിശ അടക്കേണ്ടത് അവരെ കൊണ്ടത് അടപ്പിച്ച്, അല്ലെങ്കിൽ അഴിയണ്ടിക്കുന്ന പരിപാടി KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ ഭാവിയിൽ എടുക്കും. യാതൊരു സംശയവും വേണ്ട. നമുക്ക് വെൽഫെയർ ഫണ്ട് സമ്പ്രദായം സർക്കാരിലെ പോലെ ബോർഡിൽ നടപ്പിലാക്കും. 200 രൂപ വെച്ച് ബോർഡിലെ വെൽഫെയർ ഫണ്ടാണെന്നും പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് പിടിക്കുന്ന ആ പരിപാടി നമ്മൾ നിർത്തലാക്കിക്കും. നമുക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ്, മെഡിസപ്പ് ഇൻഷുറൻസ് നമ്മൾ നടപ്പിലാക്കിയെടുക്കും. നമ്മളങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. ഇന്നാരും ഓടാഫീലുകളിൽ പോയി, തിണ്ണയിൽ പോയി, ഡെസ്കിൽ പോയി പൈസയും കൊടുത്ത് ലൈഫ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്ന ഒപ്പണ്ട. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് ലൈഫ് സർട്ടിഫിക്കറ്റ്, എന്താണ് ഓൺലൈൻ ലൈഫ് സർട്ടിഫിക്കറ്റ്, ജീവൻ പ്രമാൺ വഴി നിങ്ങളെല്ലാം അത് ശരിയാക്കിയില്ലേ? ആരാണ് അത് നേടിയെടുത്തത്? പെൻഷനേഴ്സ് കൂട്ടായ്മ. അപ്പൊ അങ്ങനെ നമ്മൾ ലക്ഷ്യമിടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വലിയ വലിയ അന്താരാഷ്ട്ര പിരിവുകൾ നടത്തുന്ന ആക്ഷേപിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഇതിനകത്തുള്ള ഓരോ അംഗത്തിനും അറിയാം പിന്നെ എന്താണ് സാമ്പത്തികം. നിങ്ങളുടെ 200 രൂപ, നിങ്ങൾ തരുന്ന ലീഗൽ ഫണ്ട്, നിങ്ങൾ തരുന്ന വെൽഫെയർ ഫണ്ട്, നിശ്ചയമായ സുനിശ്ചയമായ കൃത്യമായ കണക്കുകൾ ആക്ഷേപിക്കുകയാണ്, വ്യക്തിപരമായി ആക്ഷേപിക്കുകയാണ്. അതിനനുസരിച്ച് എന്താണ് വ്യക്തിപരമായ ആക്ഷേപം കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഓരോരുത്തരും പുതുതായിട്ട് റിട്ടയർ ചെയ്യുന്നവരും എല്ലാവരും നമ്മുടെ സംഘടന ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവർ ഏത് സംഘടനയിലാണെങ്കിലും നമ്മുടെ കൂടെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് ഇവിടെ 2-3 പേർ ഇവിടെ വരികയാണ്. അതാണ് കൂട്ടായ്മ. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മുടെ സമയം ഇന്നുകൊണ്ട് തീരുന്നില്ല. നേരത്തെ ശ്രീ പ്രേമേന്ദ്രൻ പറഞ്ഞതുപോലെ
നമ്മളെ മുന്നോട്ട് തന്നെ വിട്ടുകൊണ്ടിരിക്കും. ഇത് കണ്ട് ഹാലിളകിയിട്ട് കാര്യമില്ല. അവരും കൂടെ നമ്മുടെ കൂടെ വരട്ടെ, അല്ലേ രാധാകൃഷ്ണ? അവരും കൂടെ നമ്മുടെ കൂടെ വരട്ടെ. നമുക്ക് ഒന്നിച്ച് പോരാടാം. മാസ്റ്റർ ടെസ്റ്റ് നിലനിർത്താൻ നമുക്ക് പോരാടാം. അല്ലാതെ 2017 മാസ്റ്റർ ടെസ്റ്റ് വന്നതിന് ശേഷം 2017 മുതൽ 2023 വരെ ബോർഡ് ഡയറക്ടർമാരായി അവിടെ വസിച്ചതിന് ശേഷം അന്നത്തെ ചെയർമാനുമായിട്ട് ചേർന്ന് NS പിള്ളയുമായി ചേർന്ന് ഈ മാസ്റ്റർ ടെസ്റ്റിനെ കുട്ടിച്ചോറാക്കിയവർ, അതിന് നേതൃത്വം കൊടുത്തവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി വെച്ചിരിക്കുന്നു. എന്തിന്? ഈ 24% പിഴപ്പലിശയോടുകൂടി 7000 കോടി രൂപ, അതിന്റെ ബാധ്യത 6 ലക്ഷം അത് ഒഴിവാക്കാനും വേണ്ടി ഒരു പരിപാടി ആസൂത്രണം ചെയ്യുകയാണ്. നടക്കില്ല, നടപ്പിലാകില്ല. 6/9/24 ഉത്തരവ് ആര് വിട്ടാൽ അത് കോടതിയുടെ ഉത്തരവാണ്. ആ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലുണ്ടായിരുന്ന സർക്കാർ ഉത്തരവ് അത് നടപ്പിലാക്കാൻ സർക്കാരിന്റെ ബാധ്യതയുണ്ട്, ബോർഡിന് ബാധ്യതയുണ്ട്. അത് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുമുണ്ട്. അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ചേർന്ന ഈ മഹാസമുദ്രത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്, എല്ലാവിധ നന്ദിയും നേർന്നുകൊണ്ട് ഇവിടെ മുഖ്യപ്രഭാഷണം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഈ സംഘടനയുടെ എല്ലാമായ നമ്മുടെ ലീഗൽ സമിതി കൺവീനറായ ശ്രീ VP രാധാകൃഷ്ണൻ